ആമേൻ. ഇന്നത്തെ ചിന്താവിഷയത്തിൽ എഴുതിയിരിക്കുന്ന ബൈബിൾ ഭാഗം മത്തായി 18:4. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ കർത്താവെ ബൈബിൾ ചിന്താവിഷയത്തിൽ എടുത്തിരിക്കുന്ന ബൈബിൾ ഭാഗം എല്ലാം അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവ് അടിനാവിനോട് ഇരിക്കും അതാക്കണമേ. കേൾക്കുന്നവർക്കെല്ലാം അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവിനോട് കൂടെ ആയിത്തീരാൻ സഹായിക്കണം. സകലം കർത്താവിൻ്റെ കരങ്ങൾ താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ അടിയൻ്റെ യാചന സദയം കൽപ്പന സകലവും മാനവും മഹത്വവും കർത്താവിന് തന്നെ ആയിരിക്കും. അതാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഉന്നതൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഈ ശിശുവിനെ പോലെ ആരുടെ മുമ്പിൽ താഴ്ത്തപ്പെടുന്നവർ ദൈവത്തിൻ്റെ മുമ്പിൽ, പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ, കർത്താവായ ക്രിസ്തുവിൻ്റെ മുമ്പിൽ, പരിശുദ്ധാത്മാവിൻ്റെ ഹിതത്തിന് താഴ്ത്തപ്പെടുന്നവരെ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. താഴ്ത്ത സ്വർഗരാജ്യത്തിലെ ഉന്നതൻ എന്ന് വിളിക്കപ്പെടും. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഈ ഉന്നതൻ ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഈ ഉന്നതൻ്റെ മനസ്സ് ദൈവത്തിൻ്റെ സേവകന്മാരാണ്. മനസ്സ് അപ്പം ചിന്തകളും എല്ലാം ദൈവത്തിൻ്റെ സേവകന്മാരാണ്. ഹല്ലേലൂയ സ്തോത്രം. ആയതിനാൽ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഉന്നതൻ എന്ന് വിളിക്കപ്പെടും. ഉന്നതൻ എന്ന് പറയുന്നത് നമ്മുടെ പൈതങ്ങൾ ഉന്നതനാകുന്നത് പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങളെ എടുത്ത് ചാഞ്ചാടി കളിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ തന്നെ ഹല്ലേലൂയ സ്തോത്രം. അതാ നമ്മൾ അതുപോലെ ദൈവത്തിൻ്റെ ഹിതത്തിന് താഴ്ത്തപ്പെടുന്നവരാ ദൈവത്തിൻ്റെ ഉന്നതന്മാരെന്ന് വിളിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ ചാഞ്ചാടി കളിക്കുന്നത് ആ ഒരു ക്രമത്തിൽ പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. സ്വർഗരാജ്യത്തിൽ ഉന്നതനായി തീരുന്ന അപ്പന പിതാവിൻ്റെ മുമ്പിൽ നമ്മൾ താഴ്ത്തപ്പെടുന്ന ഒരു അവസ്ഥ. ഹല്ലേലൂയ. അതാണ് ഹല്ലേലൂയ സ്തോത്രം. മനസ്സ് ദൈവത്തിൻ്റെ സേവകന്മാർ എന്ന് വിളിക്കപ്പെടുന്നത്. ആമേൻ. ഈ ഒരു ഘട്ടത്തിൽ ഇതിൽ വരുവാൻ ഹല്ലേലൂയ സ്തോത്രം. നമ്മളിപ്പോൾ ആമേൻ എഫെസ്യർ 6:16 വാക്യം എടുക്കുമ്പോൾ എല്ലാറ്റിലും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും അണക്കത്തക്ക വിശ്വാസമെന്ന പരിചയ എടുത്തും കൊണ്ട് നിൽപ്പിൻ. എല്ലാറ്റിലും മീതെ എല്ലാ കാര്യാദികളിലും ദൈവത്തിന് മുൻസ്ഥാനം കൊടുക്കുന്ന ക്രമങ്ങളായി തീരുന്നതിന് വേണ്ടി ദുഷ്ടന്റെ തീയമ്പുകളെല്ലാം വിശ്വാസത്താൽ അണയ്ക്കുന്ന ക്രമത്തിൽ ആയിത്തീരുന്നു. കെടുക്കുവാൻ തക്ക വിശ്വാസം എന്ന പരിച എടുത്തും കൊണ്ട് നിൽക്കണം. ഹല്ലേലൂയ സ്തോത്രം. വിശ്വാസം എന്ന പരിച എടുത്തും കൊണ്ട് നിൽക്കുന്നവർക്ക് ഹല്ലേലൂയ സ്തോത്രം. നിൽക്കുന്നവർക്ക് പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ നമ്മൾ ദൈവത്തിൻ്റെ സേവകന്മാരായിത്തീരുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ദൈവത്തിൻ്റെ സേവകന്മാരായിത്തീരുന്നത് പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ സ്തോത്രം. ഈ സേവകന്മാരായിത്തീരുന്ന ക്രമത്തിൽ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. 2 കൊരിന്ത്യർ 10 3 മുതൽ 6 വരെ ഭാഗം എടുക്കുമ്പോൾ ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ഹല്ലേലൂയ. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങൾ അല്ല. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. അതായത് ജഡപ്രകാരം പോരാടുന്നില്ല എന്ന് ജഡത്തിന്മേൽ പ്രിയപ്പെട്ടവരെ എന്തുണ്ട്? ഹല്ലേലൂയ. ദേഹം, ദേഹി, ആത്മാവ് ഉണ്ട്. ആമേൻ. ദൈവത്തിന് ഈ ദേഹം, ദേഹി, ആത്മാവ് ഹല്ലേലൂയ സ്തോത്രം പരിശുദ്ധാത്മാവിന് ഹല്ലേലൂയ വിധേയപ്പെടുന്ന ഒരു ക്രമത്തിൽ ആയി തീരുമ്പോഴേ കർത്താവ് നമ്മളോട് കൂടെ ആയി തീരുന്ന ഒരു ക്രമത്തിലാ ഹല്ലേലൂയ സ്തോത്രം ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരും ജഡപ്രകാരം പോരാടുന്നു. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല. ഹല്ലേലൂയ സ്തോത്രം. കോട്ടകളെ ഇടിപ്പാൻ
ദൈവസന്നിധിയിൽ ശക്തിയുള്ളവർ തന്നെ. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവർ തന്നെ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. എഫേസ്യർ 6:16 എല്ലാറ്റിലും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെ അണക്കത്തക്ക വിശ്വാസം എന്ന പരിധി എടുത്തും കൊണ്ട് നിൽക്കുന്നൊരു ക്രമം, അത് ദൈവസന്നിധിയിൽ കുഞ്ഞുങ്ങളാക്കുന്ന ക്രമത്തില് അത് ആയിത്തീരുക. അപ്പോൾ നമ്മൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല. അല്ലെങ്കിൽ കോട്ടകൾ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവർ തന്നെ. കോട്ടകളെ ഇടിപ്പാൻ, അതായത് എൻ്റെ ദേഹം, ദേഹി, ആത്മാവ് ആർക്ക് വിധേയപ്പെട്ടിരിക്കും? ദൈവമായ കർത്താവിന് വിധേയപ്പെട്ടിരിക്കും. ദൈവം അത് ആ വ്യക്തികൾക്ക് എന്തുണ്ടാകും? പ്രലോഭനപ്പെട്ടു പോകാതെ പ്രാർത്ഥിച്ച് ശക്തിപ്പെടുന്ന ഒരു ക്രമം, പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ താഴ്ത്തപ്പെടുന്ന ഒരു ക്രമം. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം എന്ത് പറയുന്നുവോ ആമേൻ ഹല്ലേലൂയ പറഞ്ഞ് ഏറ്റെടുക്കുന്ന ഒരു ക്രമം. ഹല്ലേലൂയ സ്തോത്രം. അതായത് ദൈവം കർത്താവ് അവിടെ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം എടുക്കുമ്പോൾ, മത്തായി 1:21, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവൻ നമ്മളുടെ പാപങ്ങൾ മോചിക്കാനിരിക്ക കൊണ്ട് അവനെ യേശു എന്ന് പേർ വിളിക്കാൻ. ഹല്ലേലൂയ. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചവർ നാമമാത്രമായിട്ടല്ല, അവനെ പൂർണ്ണമായി സ്വീകരിച്ചവര്, ഹല്ലേലൂയ സ്തോത്രം, അവർ യേശുവേ എന്ന് വിളിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ സ്തോത്രം, പാപം വിടുതൽ വാങ്ങിയവർക്ക് പ്രിയപ്പെട്ടവരെ, വാങ്ങിയവർക്ക് ജഡപ്രകാരമല്ല നടക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അവങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല. കോട്ടകളെ ഇടിപ്പാൻ, ദൈവഹിതത്തിന് വിപരീതമായി നിൽക്കുന്ന കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവർ തന്നെ. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ശക്തിയുള്ളവ തന്നെ. ഹല്ലേലൂയ സ്തോത്രം. അവയാൽ ശക്തിയുള്ളവർ എല്ലാം ഇടിച്ച് കളയത്തക്ക ശക്തിയുള്ളവർ തന്നെ. അവയാൽ ദൈവത്തോടു കൂടെ നമ്മൾ ആയിരിക്കുന്ന ക്രമത്താൽ, കർത്താവിനോട് കൂടെ നമ്മൾ ആയിരിക്കുന്ന ക്രമത്താൽ, ആമേൻ ഹല്ലേലൂയ, അവനെ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥം ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടുമെന്ന് പറയുന്ന ക്രമത്തിൽ, ദൈവത്തോടു കൂടി നമ്മൾ ആയിത്തീരുന്ന ക്രമത്തിൽ, ദൈവത്തിൻ്റെ കുഞ്ഞു കുട്ടികൾ ആയിത്തീരുന്ന ക്രമത്തിൽ, ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞു. ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി നമ്മൾ പിടിച്ചടക്കി. എങ്ങനെയാ പിടിച്ചടക്കി? ദൈവം എന്നോട് കൂടെ ഉണ്ടാകുന്ന ക്രമത്തില് പിടിച്ചടക്കുമ്പോൾ, ഹല്ലേലൂയ, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞു. അപ്പോൾ മനസ്സ് ദൈവത്തിന്റെ സേവകന്മാരായി തീർന്നു. ഹല്ലേലൂയ. മനസ്സ് ആരുടെ സേവകന്മാർ? ദൈവത്തിന്റെ സേവകന്മാരായി തീരുന്ന ക്രമം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് 33 കോടി ദേവന്മാരുണ്ടോ എങ്കിലും ആ ദേവന്മാർ എല്ലാം തന്നെ നമ്മുടെ മനസ്സിനെ വന്ന് സ്വാധീനിക്കും. ആ സ്വാധീനിക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, കർത്താവിനോട് കൂടി നമ്മൾ ഉണ്ടു എങ്കിൽ, ഹല്ലേലൂയ, ഉണ്ട് എങ്കിൽ അവൻ ഞങ്ങൾ സങ്കല്പങ്ങളും, ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞു. അപ്പോൾ ഇടിച്ചു കളഞ്ഞപ്പോൾ പിന്നെ മനസ്സ് ദൈവത്തിന്റെ സേവകന്മാരായി തീർന്നു. ഇനി 33 കോടി ദേവന്മാർ വന്ന് ഇങ്ങോട്ട് മനസ്സിൽ ഇടപെട്ട് ചിന്തകളെ തെറ്റിച്ചാലും അല്ലെങ്കിൽ നമ്മൾ മാറുകയില്ല. മനസ്സാരുടെ സേവകന്മാർ, ദൈവത്തിന്റെ സേവകന്മാർ, കർത്താവായ ദൈവം നമ്മുടെ ജ്യേഷ്ഠസ്വരം, പിതാവായ ദൈവം, നമ്മളുടെ പിതാവായ ദൈവം തന്നെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്ന ഒരു ക്രമം,
പരിശുദ്ധാത്മാവിന് ഞാൻ കീഴ്പ്പെടുന്ന ഒരു ക്രമം, ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി കഴിയുമ്പോൾ മനസ്സ് ആരുടെ സേവകന്മാർ? ദൈവമായ കർത്താവിന്റെ സേവകന്മാർ, പിതാവായ ദൈവത്തിന്റെ സേവകന്മാർ, പരിശുദ്ധാത്മാവിന്റെ സേവകന്മാർ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മനസ്സ് സേവകന്മാരായി തീർന്നു, പരിശുദ്ധാത്മാവിന്റെ സേവകന്മാരായി തീർന്നു, കർത്താവിന്റെ സേവകന്മാരായി തീർന്നു, മനസ്സ് സേവകന്മാരായി തീർന്നു. അപ്പോൾ ആറാമത്തെ പോയിന്റ്, സ്തോത്രം 10:2 കൊരിന്ത്യർ 10:6 പോയിന്റ് വായിച്ചേ. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. ആമേൻ. അതായത് കർത്താവിന്റെ മനസ്സ് സേവകന്മാരായി തീരുമ്പോൾ, പിതാവായ ദൈവത്തിന് സേവകന്മാരായി തീരുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ സേവകന്മാരായി തീരുമ്പോൾ, നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ, പിതാവായ ദൈവത്തിനും പുത്രനായ ക്രിസ്തുവിനും പരിശുദ്ധാത്മാവിനും സേവകന്മാരായി തീരുമ്പോൾ, എല്ലാ അനുസരണക്കേടിനും കാരണമായ പിശാചിനെ പ്രതികാരം ചെയ്യുവാൻ, അവനെ നരകത്തിലേക്ക് ആക്കുവാൻ പിതാവായ ദൈവവും പുത്രനും ക്രിസ്തുവും പരിശുദ്ധാത്മാവും ഒരുങ്ങി നിൽക്കുന്നു. അപ്പോൾ ഇതിൽ രക്ഷപ്പെടാൻ എങ്ങനെയാണ്? ഈ ലോകത്തിലുള്ള ദുഷ്ടനെ രക്ഷപ്പെടാൻ എന്താ പോംവഴി? ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവത്തിന് ശക്തിയുള്ളത്. അതായത് കർത്താവ് അവനോട് കൂടെ ആണ് നമ്മൾ. എനിക്ക് വേറെ ഒന്നുമില്ല. എൻ്റെ ചിന്തകളെല്ലാം അവന്റെ സേവകൻ, കർത്താവിന്റെ സേവകന്മാർ, പിതാവായ ദൈവത്തിന്റെ സേവകന്മാർ, പരിശുദ്ധാത്മാവിന്റെ സേവകന്മാർ ഇതായി തീരുമ്പോൾ, എഫേസ്യർ 6:17 എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കത് വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ക്രമമായി തീരും. ദൈവത്തിന് സ്തോത്രം. മനസ്സ് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വിശാലമായി കിടക്കുന്ന ഒരു സമുദ്രം പോലെ ഈ സമുദ്രമാക്കുന്ന മനസ്സ്, പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സേവകന്മാരെ തീരുമ്പോൾ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമായി തീർന്നു കഴിഞ്ഞു. അങ്ങനെ ആകുമ്പോൾ പ്രിയപ്പെട്ട സ്വർഗരാജ്യം എവിടെയുണ്ട്? നമ്മളുടെ ഇടയിൽ തന്നെ. കർത്താവിൻ്റെ മനസ്സ് സേവകന്മാരെ തീരുമ്പോൾ സ്വർഗരാജ്യം നമ്മളുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഹല്ലേലൂയ. ദൈവരാജ്യം എവിടെയുണ്ടോ? നമ്മളുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഈ വ്യക്തികൾ എങ്ങനെയുള്ളവരാകുന്നു എന്ന് ചോദിച്ചാൽ, മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിൻ്റെ 28, 29, 30 വാക്യങ്ങൾ എടുക്കുമ്പോൾ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പേൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും ആരുടെ അടുക്കൽ വരാൻ പറയുന്ന? കർത്താവിന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവം ഒരു കാര്യം പറഞ്ഞത് തന്നെ, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. സ്തോത്രം. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഈ മുഖം ക്രൂശാകും. നമുക്ക് വേണ്ടി ഒരു അമ്മയല്ല, ഒരു അച്ഛനല്ല കഷ്ടപ്പെടുന്നതിനെ കാട്ടിലും അമ്മ നമ്മളെ മറന്നാൽ മറക്കാത്ത സ്നേഹമാ ക്രൂശിൽ കർത്താവ് തന്റെ രക്തം ചൊരിഞ്ഞതാ ക്രൂശിൽ. ഈ ക്രൂശ് അവന്റെ അവസാന തുള്ളി രക്തവും ചൊരിഞ്ഞതാ. നമുക്ക് ഈ രക്തത്താൽ നമ്മൾ വിടുതൽ പ്രാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഏറ്റ മുഖം നമ്മൾ വിശ്വാസത്താൽ ഏറ്റെടുക്കുമ്പോൾ ഒരു പൈശാചിക പോരുകളോ പോരാട്ടങ്ങളോ നമ്മളിൽ അടുക്കുകയില്ല.
ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ആ മുഖം ഏറ്റുകൊണ്ട് കർത്താവിനോട് പഠിപ്പൻ, എന്നാൽ നമ്മുടെ ആത്മാക്കൾക്ക് എന്ത് കിട്ടും? ആശ്വാസങ്ങൾ. അപ്പോൾ ഈ ഒരു ക്രമം ആകുമ്പോൾ മനസ്സ് ആരുടെ സേവകന്മാരായിത്തീർന്നു? കർത്താവിൻ്റെ സേവകന്മാരായിത്തീർന്നു. ഹല്ലേലൂയ, സമാധാനം. ഓ ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ട ക്രൂശിലുള്ള ആശ്വാസമാണ് നമുക്ക് ഏറ്റവും വലുത്. ഹല്ലേലൂയ. കർത്താവ് വീണ്ടും പറഞ്ഞു 30-ാമത്തെ വാക്യം, എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. കർത്താവിൻ്റെ മുഖം ക്രൂശാക്കുന്ന വിശ്വാസത്താൽ നമ്മൾ ഏറ്റുകൊള്ളുമ്പോൾ പ്രിയപ്പെട്ടവരെ, മൃദുവും അപ്പോൾ മൃദുവായി തരുമ്പോഴും ദേശാന്തര വ്യാപാരങ്ങളോ 30 ദേവന്മാരോ ഒരു പോരുകളോ എൻ്റെ മനസ്സിലും ശരീരത്തിലും പോരാടുവാൻ ഇടവരാത്ത വണ്ണം അതെല്ലാം തകർന്ന് കഴിയുമ്പോൾ എൻ്റെ മനസ്സ് ആരുടെ സേവകന്മാർ? കർത്താവിൻ്റെ സേവകന്മാർ, പിതാവായ ദൈവത്തിൻ്റെ സേവകന്മാർ, പുത്രനായ ക്രിസ്തുവിന്റെ സേവകന്മാർ. അങ്ങനെ ആയിട്ടുള്ള രോഗങ്ങളെല്ലാം ആര് വഹിച്ചു കഴിയും? ഹല്ലേലൂയ, സ്തോത്രം. ഈ പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, പരിശുദ്ധാത്മ വഹിച്ച് കഴിയുമ്പോൾ നമ്മൾ ആരുടെ മനസ്സ് ആരുടെ സേവകന്മാരാക്കുന്നു? പിതാവായ ദൈവത്തിന്റെ സേവകൻ, പുത്രനായ ക്രിസ്തുവിന്റെ സേവകന്മാർ, പരിശുദ്ധാത്മാവിന്റെ സേവകന്മാർ. എൻ്റെ മുഖം മൃദുവും. ഹല്ലേലൂയ, സ്തോത്രം. ഈ കുരിശ് വിശ്വാസത്താൽ ലഘുവായിത്തീരുന്നു. ഹല്ലേലൂയ. എൻ്റെ ചുമടെന്ന് കർത്താവിൻ്റെ ചുമടെന്നവർ സ്വർഗത്തിൽ പോകേണ്ട ഈ വചനമാക്കുന്ന ആ കൃപ, ഹല്ലേലൂയ, സ്തോത്രം. അത് ഹല്ലേലൂയ ചുമട് ലഘുവുമായി തീരും. സ്വർഗത്തിലേക്ക് പോകാനുള്ള നമ്മുടെ കർത്താവിൻ്റെ വരങ്ങൾ അവരോട് ചേർക്കപ്പെടേണ്ട ആ ചുമട് ലഘുവുമായി തീരുമ്പോഴാണ് നമ്മൾ അവിടെ പൂർണ്ണമായി മനസ്സ് കർത്താവിൻ്റെ സേവകന്മാരായി തീരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ എനിക്ക് ഭാരങ്ങളുണ്ടാക്കുന്ന ഒരു സംഭവങ്ങളും ഉണ്ടാകില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഈ വചനത്താൽ കേൾക്കുന്നവരെല്ലാം ആശ്വാസങ്ങൾ ഭവിക്കട്ടെ. കേൾക്കുന്നവർ ഈ ഹല്ലേലൂയ, സ്തോത്രം, ഈ ദൈവത്തെ ചിന്തകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഹല്ലേലൂയ ഓർമ്മിക്കുക. ഹല്ലേലൂയ, ഇത് കാണുവാനും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക. അങ്ങനെ നിങ്ങളും കർത്താവ് അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങൾക്ക് ഏറ്റ സമാധാനം നിങ്ങൾക്കും അതുപോലെ നിങ്ങൾ കൂടുതലുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുന്നിടത്തും ആയിത്തീരട്ടെ. ഈ തിരുവചന കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ കേട്ടവർക്കെല്ലാം ആശ്വാസം ഉണ്ടാവാൻ സഹായിക്കും. സകലം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ അടിയൻ്റെ യാചന സകല മാനവ മൊത്തം കർത്താവിന് തന്നെ